ഹലോ ഗെയ്സ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് രണ്ട് ചെറുപ്പക്കാർ ബൈക്കിൽ വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് രണ്ട് പെൺപിള്ളേരോട് പറയുന്നുണ്ട്, രണ്ടുപേരും ഞങ്ങളുടെ ബൈക്കിൽ കയറിക്കും, നമുക്ക് 4 പേർക്കൂടെ ഒരുമിച്ച് അങ്ങ് പോകാമെന്ന്. അവരിങ്ങനെ മിണ്ടാതിരിക്കുന്ന സമയത്താണ് നന്ദു അതിലേ വരുന്നത്. നന്ദു പോലീസ് വേഷത്തിൽ, അതുപോലെ പോലീസ് വണ്ടിയിലാണ് വരുന്നത്. വണ്ടി നിർത്തിയിട്ട് നന്ദു ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെയെന്ന്. ഉടനെ ആ പെൺപിള്ളേർ പറയും, ഞങ്ങൾ 4 പേര് ഒരുമിച്ച് വരാൻ പറഞ്ഞ് ഞങ്ങളെ ക്ഷണിക്കായിരുന്നു. ഉടനെ തന്നെ നന്ദു അവരെ പിടിച്ചു നിർത്തി നല്ലതായിട്ട് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇവന്മാരെ വണ്ടിക്കകത്തോട്ട് കയറ്റിക്കോളാൻ പറയും. ഉടനെ ഇനിയൊന്നും ചെയ്യില്ല സാർ, ഞങ്ങൾ ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവർ നന്ദുവിൻ്റെ കാല് പിടിക്കുകയാണ്. ആ സമയത്തേക്ക് നന്ദു പറയും, എന്നാൽ ഇനി പൊക്കോ, ഇനി മേലിൽ ഇവിടെ ഒന്നും കണ്ടുപോയേക്കരുത്, നിൻ്റെ 2 പേരുടെയും മുഖം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, അതുപോലെ തന്നെ വണ്ടിയുടെ നമ്പർ ഓർമ്മയുണ്ട്, ഇനി പൊക്കോളാൻ പറയും. എന്നിട്ട് അവന്മാരുടനെ ഓടി അങ്ങ് പോവുകയാണ്. ഈ സമയം വേണും രേവതിയും കൂടെ ASIയോട് ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് SI ചാർജ് എടുക്കുന്ന ദിവസമായി, എങ്ങനെയുള്ള ആളാണെന്ന് അറിയത്തില്ല, നിങ്ങൾ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു നോക്കാൻ പറയും. നല്ല ആൾക്കാരായിരിക്കും അല്ലേ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറയാൻ പറയും. ആ സമയത്തേക്കാണ് നന്ദു അങ്ങോട്ട് വരുന്നത്. ഉടനെ SI വന്നെന്ന് പറഞ്ഞ് ഉടനെ എല്ലാവരും എഴുന്നേറ്റ് അങ്ങ് പോകും. അപ്പോൾ വേണു പറയുന്നുണ്ട്, നല്ല SI ആണെങ്കിൽ നമുക്ക് ചേരുന്ന പരുവത്തിലുള്ള ആളാണ്, എങ്ങനെയും കടം മേടിച്ചാലും കുറച്ച് കാശ് കൊടുത്ത് ഈ കേസ് ഒന്ന് ശരിയാക്കണമെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് അത് വന്ന് സ്റ്റേഷൻ മുമ്പിൽ ഇറങ്ങുകയാണ്. ഇവരെല്ലാവരും ഇവിടെ പൂച്ചെണ്ടൊക്കെ കൊടുത്ത് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേന് അകത്ത് വരുമ്പോഴത്തേനാണ് രേവതിയും വേണുവും കാണുന്നത് SI ആയിട്ട് കയറി വരുന്നത് നന്ദുവാണെന്ന്. നന്ദുവും ഇവരെ കാണുന്നുണ്ട്. ഇവരെ കണ്ടു കഴിയുമ്പോൾ നന്ദുവിന് ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു മിണ്ടാതെ അങ്ങോട്ട് കയറി വരികയും ഇവരെ നന്ദുവിനെ കണ്ടിട്ട് ഇവരിങ്ങനെ പകച്ച് ചാടി എണീറ്റ് നിൽക്കുകയാണ്. എന്താ ഇവരെ ഇവിടെ വന്ന് നിൽക്കുന്ന ഉടനെ ASIയുടെ SI ചോദിക്കുന്നുണ്ട്. ഉടനെ പറയും, ഒരു കേസിൻ്റെ കാര്യത്തിന് വന്നാന്ന് പറയും. എന്താ പേരെന്നൊക്കെ ചോദിക്കും ഇവരോട്. അപ്പോൾ ഇവർ 2 പേരും പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. കാര്യം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അടിപിടി കേസ്, അവരെ വീട്ടിൽ കയറി തല്ലി എന്നൊക്കെ പറയും. 2-3 പ്രാവശ്യം തല്ലി, ഇതിപ്പോൾ ഈ പ്രാവശ്യം ആ കേസ് തന്നെന്ന് പറയും. 2 പ്രാവശ്യം എന്താ കേസ് കൊടുക്കാഞ്ഞ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അന്ന് പറ്റിയില്ല എന്നൊക്കെ പറയും. എന്നാൽ നിങ്ങൾ അകത്തേക്ക് വരാൻ പറഞ്ഞ് ഇവരെ അകത്ത് വിളിച്ചിരുത്തി കേസ് എൻ്റെ പേപ്പറൊക്കെ മേടിച്ച് നോക്കുകയാണ്. എന്താ നിങ്ങൾക്ക് പ്രശ്നം, ആരാ അടിച്ചെന്നൊക്കെ അറിയാമോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നന്ദു ആണെന്ന് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇന്ന് കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. ഉടനെ പറയും, ആരാന്ന് സംശയമൊന്നും ഇല്ലെന്ന് ചോദിക്കും. ഒരു പെണ്ണും 2 ആൺകുട്ടികളും എന്ന് പറയും. അപ്പം ആരാണെന്ന് അറിയത്തില്ലെന്ന് ചോദിക്കും. ഇല്ല, മുഖം മറച്ചിരുന്നെന്ന് പറയും. എന്നാൽ പിന്നെ ആരാന്ന് എങ്ങനെ കണ്ടുപിടിക്കാനെന്നൊക്കെ ചോദിക്കും നന്ദു. ഉടനെ പറയും, അങ്ങനെ ഞാൻ കണ്ടുപിടിക്കണമെന്നില്ല, ഞങ്ങൾക്ക് പരാതിയില്ലെന്ന് പറയും. എന്നാൽ പരാതിയില്ലെങ്കിൽ ആ പേപ്പറിൻ്റെ പുറകിലേക്ക് പരാതിയില്ലെന്ന് എഴുതി തന്നേക്കാൻ പറയും. ഉടനെ രേവതി ആ പേപ്പറിൻ്റെ പുറകിൽ പരാതി ഇല്ല എന്ന് എഴുതി കൊടുക്കുകയാണ്. എന്നാൽ ഞങ്ങൾ ഇനിയും പോവാം, ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നന്ദു പറയും, എന്തായാലും ഭാര്യയും ഭർത്താവും മകളും ഒക്കെ നന്നായിട്ട് ഒന്ന് സൂക്ഷിച്ചോണം, പിന്നെ അതുപോലെ തന്നെ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാമെന്ന്. രേവതിയും വേണും തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് അനാമിക അവിടെ ഉണ്ട്. കേസൊക്കെ കൊടുത്തിട്ട് എങ്ങനെയായെന്ന് അറിയാൻ വേണ്ടി ഇരിക്കുകയാണ്. അന്നേരം അച്ഛനോടും അമ്മയും വരുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. കേസ് കൊടുത്തോ, SI ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. പിന്നെ നല്ലൊരു SI ഉണ്ടായിരുന്നെന്ന് പറയും. എന്ത് പറഞ്ഞെന്ന് ചോദിക്കും. ആ വനിതാ SI എന്ന് നമ്മൾ പറയുന്ന പോലെയുള്ള ഒരാളാണല്ല എന്ന് പറയുന്നുണ്ട്. വനിതയായിരുന്നു എന്ന് ചോദിക്കും. അതെ വനിതയാണ്, നീ അറിയുന്ന ഒരാൾ തന്നെയാണ്, വേറെ ആരുമല്ല, നന്ദു അവിടുത്തെ SI എന്ന് പറയും. നന്ദുവോ എന്ന് ചോദിക്കുക. അവിടെ പറയും, അതെ നന്ദു തന്നെയാണ്, ചെന്ന് കയറി കൊടുത്തല്ലോ എന്നായിപ്പോയി ഞങ്ങൾ, ഇനി എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയത്തില്ല, അവളെല്ലാ കേസും കുത്തിപ്പൊക്കുന്ന ലക്ഷണമുണ്ട്, എൻ്റെ പേരിലാണ് ഒരുപാട് കേസുള്ളത്, ആ കേസെല്ലാം അവൾ കുത്തിപ്പൊക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്നെ ആകുമായിരിക്കും, ഇപ്പം തന്നെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതായി, ആ പലിശക്കാരനും കാശ് കൊടുക്കാനുണ്ട്, ആകെ പ്രശ്നമാവുമെന്നാണ് തോന്നുന്നത്, ഇവിടെ തന്നെ എങ്ങനെ പോസ്റ്റ് കിട്ടിയെന്നോ അറിയത്തില്ലല്ലോ എന്ന് ഉടനെ വേണു പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ശരിയാകുന്നത്, ആ കിളവൻ തന്നെ ഒപ്പിച്ച് കൊടുത്തതായിരിക്കും, അനന്തപുരിയിലെ അയാൾ ഒപ്പിച്ചതായിരിക്കും അവൾക്ക് ഇവിടെ തന്നെ പോസ്റ്റിങ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അനാമിക. പക്ഷേ രേവതിയും വേണും കൂടെ പറയുന്നുണ്ട്, ഇനി എന്തായാലും ഞങ്ങളൊന്നിനും ഇല്ല, കയറി പോവാന്ന് പറഞ്ഞ് അവരങ്ങ് മുറിക്കാത്തോട്ടം കയറി പോവാണ്. നന്ദു SI വേഷത്തിൽ വന്നതോ അവിടെ വന്ന് എല്ലാവരുടെ അനുഗ്രഹം മേടിച്ച് പോയതോ ഒന്നും അനി അറിഞ്ഞിട്ടില്ല. അനി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേന് ജലജ ചോദിക്കുന്നുണ്ട്, ഇവിടെ പോലീസുകാർ വന്നായിരുന്നു, നീ അറിഞ്ഞായിരുന്നെന്ന്. പോലീസോ, എന്തിനാ ഇവിടെ വരുന്ന ചോദിക്കും. നിന്നെ അന്വേഷിച്ച് വന്നാന്നാണ് തോന്നുന്നത് എന്ന് പറയുന്ന പറയും, എന്നെ അന്വേഷിച്ചോ, അതെ ആ SIക്ക് ഒരു പരാതി, നീ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നുണ്ടെന്നൊരു പരാതി ഉണ്ടെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് നന്ദുവാ വന്നെന്ന്. കാരണം നീ എവിടെ ആയിരുന്നു ചോദിക്കും. ഞാൻ ടെറസിൽ അവിടെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും. അതുകൊണ്ടാണ് നിന്നെ കാണാൻ, അവൾ വന്നിട്ട് നിന്നെ അവിടെ ഇവിടെ എല്ലാം തപ്പുന്ന കണ്ടു, എന്നിട്ട് നിന്നെ കാണാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടെന്ന് തോന്നുന്നു. തിരിച്ചു പോകാൻ നേരത്തും അവൾ മേളിലോട്ടൊക്കെ നോക്കുന്ന കണ്ടു, നിന്നെ ബാൽക്കണിയിലെങ്ങാനും കാണാവോ എന്ന് നോക്കാനായിട്ട്. അപ്പം നിന്നെ കാണാത്തതിൻ്റെ വിഷമത്തോടെ അവൾ പോരിക്കുന്നൊക്കെ പറയും. ഉടനെ എനിക്ക് സന്തോഷം വരുന്നുണ്ട് അവളും അനു ഉടനെ പറയുന്നുണ്ട്, എന്തിനാ വീട്ടിൽ കുടുംബകലഹം ഉണ്ടാക്കാനായിട്ട് അപ്പച്ചി ഇങ്ങനെയൊക്കെ പറയുന്നെന്ന്. പിന്നെ പോടാ
പോടാ എണീറ്റ്, നിനക്ക് നിൻ്റെ കാമുകിയെ SI വേഷത്തിൽ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, ഇപ്പം തന്നെ നീ ഒരുങ്ങിക്കെട്ടി പോകുമല്ലോ, എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോകുന്നുണ്ട്. ജലജ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അനി റൂമിൽ ചെന്ന് കണ്ണാടി നോക്കിയൊക്കെ പറയുന്നുണ്ട്, എടാ നീ എന്തിനാ ഇപ്പോൾ എക്സസൈസ് ചെയ്യാൻ പോയത്, അതുകൊണ്ടല്ലേ അവൾ വന്നപ്പോൾ നിനക്ക് കാണാൻ പറ്റാത്തത്, ഇതാ സമയത്തൊന്നും ചെയ്യാത്ത കാരണം നിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, നീ എത്രയും പെട്ടെന്ന് ഒരുങ്ങി പോകാൻ നോക്കാമെന്ന് പറഞ്ഞ് ഉടനെ അനി വേറൊരു ഷർട്ടൊക്കെ എടുത്തിട്ട് സ്റ്റേഷനിൽ ചെല്ലുകയാണ്. എന്നിട്ട് അവിടുത്തെ SIയോട് പറയുന്നുണ്ട്, എനിക്ക് SI സാറിനെ ഒന്ന് കാണണമെന്ന്. ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേനും ഒരു ഫ്രണ്ടാന്ന് പറയും. അങ്ങനെ SI സാറിനെ കാണാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പറയും, അനി എന്ന് പേര് പറഞ്ഞാൽ മതി, SI എന്നെ വിളിപ്പിച്ചോളൂ എന്നൊക്കെ പറയും. എന്നാൽ ഞാൻ ചെന്ന് പറയാമെന്ന് പറഞ്ഞ് സാർ അകത്തേക്ക് പോവാണ്. അകത്ത് ചെന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, സാറിൻ്റെ ഒരു ഫ്രണ്ട് കാണാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടോ, എനിക്കാരാ ഫ്രണ്ടെന്നൊക്കെ ചോദിക്കും. അനി എന്നാ പേര് പറഞ്ഞെന്ന് പറയും. ഉടനെ നന്ദു പറയുന്നുണ്ട്, ഇങ്ങനെ പലരും പലതും പറഞ്ഞൊക്കെ അകത്തേക്ക് വരാൻ ശ്രമിക്കും, പക്ഷേ എനിക്കങ്ങനെ ആരെയും കാണണമെന്ന് ആഗ്രഹമില്ല, എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും എന്നോട് ചോദിച്ചിട്ട് ഇങ്ങനെ അകത്തേക്ക് കടത്തി വിട്ടാൽ മതിയെന്ന് പറയും. സാർ അതുപോലെ തന്നെ വന്ന് അനിയോട് പറയുന്നുണ്ട്, സാറിനെ അകത്തേക്ക് കയറ്റി വിടണ്ട എന്നാണ് മേഡം പറഞ്ഞെന്ന്. എന്തോ അങ്ങനെ പറഞ്ഞോന്ന് ചോദിക്കും. അങ്ങനെ തന്നെയാണ് സാർ പറഞ്ഞെന്ന് പറയും. അവർ കുടുംബത്തിലെയാണ്, അവളുടെ 2 ചേച്ചിമാരെയും കെട്ടിച്ചിരിക്കുന്നത് എൻ്റെ 2 ചേട്ടന്മാരാണ്, ഞങ്ങളുടെ വീട്ടിലെയാണ്, പിന്നെ ഞാൻ അനന്തപുരിയിലെ കൊച്ചുമകനാണെന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റൊക്കെ സാർ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, സാർ എന്തൊക്കെ കാര്യം ശരിയാണ്, മേഡം വിടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കകത്തേക്ക് വിടാൻ പറ്റത്തില്ലെന്ന്. അന്നേരം ആനി അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം SI ഇരുന്ന് മറ്റേ പോലീസുകാരനോട് പറയുന്നുണ്ട്, എന്തോ പ്രേമമാണെന്ന് തോന്നുന്നു, പ്രേമിച്ച് നടക്കേണ്ട കാലത്തല്ലേ ഇപ്പോൾ ഈ SI പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്, എന്തൊക്കെ കാണണമെന്ന് ആർക്കറിയാം എന്നൊക്കെ. ഈ സമയത്ത് അനി പുറത്തിറങ്ങി നിന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, എന്തായാലും ഞാൻ അവളെ കണ്ടേച്ചേ പോകുന്നുള്ളൂ എന്ന്. അന്നേരത്തേന് നന്ദു അകത്തിരിക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.